അമേരിക്കയും ഇറാനും തമ്മിലുള്ള താൽക്കാലിക സമാധാന ഉടമ്പടിക്ക് ശേഷം പശ്ചിമേഷ്യയിൽ വീണ്ടും കടുത്ത യുദ്ധ സാഹചര്യമാണ് നിലനിൽക്കുന്നത്. 2026 ജൂൺ 17 പാകിസ്ഥാന്റെ മധ്യസ്ഥതയിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവെച്ച ഇസ്ലാമാബാദ് മെമ്മോറാണ്ടം പ്രകാരം 60 ദിവസത്തെ താൽക്കാലിക വെടിനിർത്തലിനും ഹോർമുസ് കടലിടുക്ക് തുറന്നു കൊടുക്കാനും ധാരണയായിരുന്നു. എന്നാൽ ഈ കരാർ ഒപ്പിട്ട് ദിവസങ്ങൾക്കകം തന്നെ വീണ്ടും സംഘർഷം പൊട്ടിപ്പുറപ്പെട്ടിരിക്കുകയാണ്. ഈ കരാറിന് ശേഷം ഹോർമുസ് കടലിടുക്കിൽ വെച്ച് ഇറാന്റെ ഡ്രോൺ ഒരു കപ്പലിന് നേരെ ആക്രമണം നടത്തിയതായി അമേരിക്ക ആരോപിച്ചു. ഇറാൻ ഇതിന് കാരണമായി പറയുന്നത് ഇറാൻ ഹോർമുസിൽ ഒരുക്കിയ കപ്പൽ പാതയിൽ കൂടെ സഞ്ചരിക്കാതെ ഇറാന്റെ സുരക്ഷാ നിർദ്ദേശങ്ങൾക്ക് വിരുദ്ധമായി മറ്റൊരു പാതയിൽ കൂടി ഈ കപ്പൽ സഞ്ചരിച്ചു എന്നതാണ്. ഹോർമുസിന്റെ നിയന്ത്രണം അമേരിക്കയുടെ കൈകളിലേക്ക് കൊണ്ടുവരാനുള്ള തന്ത്രമായാണ് ഇറാൻ ഇതിനെ കാണുന്നത്. ജൂൺ 27, 2026 ഇതിന് മറുപടിയായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നിർദ്ദേശപ്രകാരം US സൈന്യം ഇറാന്റെ തീരദേശങ്ങളിലെ 10 സൈനിക കേന്ദ്രങ്ങൾ ആക്രമിച്ചു. ഇറാന്റെ മിസൈൽ ഡ്രോൺ സംഭരണശാലകളും കോസ്റ്റൽ റഡാർ സംവിധാനങ്ങളുമാണ് അമേരിക്ക ലക്ഷ്യമിട്ടത്. ഇത് ഇറാന്റെ പ്രതിരോധ സംവിധാനങ്ങൾക്ക് വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയെന്നും അവർ അവകാശപ്പെടുന്നുണ്ട്. ജൂൺ 28 അമേരിക്കൻ ആക്രമണത്തിന് തൊട്ടു പിന്നാലെ കുവൈത്തിലെയും ബഹ്റൈനിലെയും US സൈനിക താവളങ്ങൾക്ക്, അതായത് US 5th ഫ്ലീറ്റ് ആസ്ഥാനം ഉൾപ്പെടെയുള്ളവർക്ക് നേരെ ഇറാന്റെ റവല്യൂഷണറി ഗാർഡ് വ്യാപകമായി ബാലിസ്റ്റിക് മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ച് തിരിച്ചടിച്ചു. ഇറാന്റെ ആക്രമണത്തിൽ ബഹ്റൈനിലെ US 5ാം കപ്പൽപ്പടയുടെ ആസ്ഥാനത്തിന് വലിയ നാശനഷ്ടം ഉണ്ടായതായാണ് റിപ്പോർട്ടുകൾ. US നാവികസേനയുടെ ബഹ്റൈനിലുള്ള നേവൽ സപ്പോർട്ട് ആക്ടിവിറ്റി 5ാം കപ്പൽപ്പടയുടെ ആസ്ഥാനവും ഗൾഫിലെ അമേരിക്കയുടെ സ്ഥിരം നാവിക താവളവുമാണ്. ഇറാൻ നടത്തിയ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളിൽ പെന്റഗൺ നേരത്തെ പുറത്തുവിട്ടതിനേക്കാൾ വളരെ ഗുരുതരമായ നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഉപഗ്രഹ ചിത്രങ്ങളും തുടർന്നുള്ള വിശകലനങ്ങളും വ്യക്തമാക്കുന്നത് നിരവധി നിർണായക മിലിറ്ററി സംവിധാനങ്ങൾ പൂർണ്ണമായും പ്രവർത്തനരഹിതമായിട്ടുണ്ട് എന്നു തന്നെയാണ്. 5ാം കപ്പൽപ്പടയുടെ ആസ്ഥാന മന്ദിരം, സൈനിക ബാരക്കുകൾ, വെയർ ഹൗസുകൾ, കുടിവെള്ള സംഭരണികൾ, പ്രധാന സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ ഇൻഫ്രാസ്ട്രക്ചറുകൾ തുടങ്ങിയവ തകർന്നവയിൽ ഉൾപ്പെടുന്നുണ്ട്. ബഹ്റൈനിലെ ഈ തകർന്ന അടിസ്ഥാന സൗകര്യങ്ങളുടെ അറ്റകുറ്റപ്പണികൾക്കായി മില്യൺ കണക്കിന് $US ചെലവ് വരുമെന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം. തകർച്ചയുടെ ഈ വലിയ തോത് ഗൾഫിലെ US സൈന്യത്തിന്റെ ഭാവി നിലപാടുകളെ കുറിച്ചുള്ള പുതിയ ചർച്ചകൾക്ക് തുടക്കമിട്ടിരിക്കുകയാണ്. ഭാവിയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളിൽ നിന്നുള്ള സുരക്ഷിതത്വം മുൻനിർത്തി ഈ മേഖലയിലെ ചില സൈനിക സംവിധാനങ്ങൾ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റുന്നതിനെ കുറിച്ചും ഉദ്യോഗസ്ഥർ വിലയിരുത്തുന്നതായാണ് വിവരങ്ങൾ. ഇറാനും അമേരിക്കയും തമ്മിലുള്ള യുദ്ധത്തെ കൂടുതൽ സങ്കീർണമാക്കുന്നത് ലെബനനിലെ സാഹചര്യങ്ങളാണ്. US മധ്യസ്ഥതയിൽ ഇസ്രയേലും ലെബനനും തമ്മിൽ ജൂൺ 26 ഒരു സമാധാന കരാർ ഒപ്പിട്ടിരുന്നു. ഇതിൽ ഇറാന്റെ പിന്തുണയുള്ള സായുധ ഗ്രൂപ്പായ ഹിസ്ബുള്ളയെ നിരായുധീകരിക്കാനുള്ള വ്യവസ്ഥ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഹിസ്ബുള്ള ഈ കരാർ അംഗീകരിക്കില്ലെന്നും ഇത് രാജ്യത്തിന്റെ പരമാധികാരം പണയം വെക്കലാണെന്നും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതോടെ എങ്ങനെയെങ്കിലും സമാധാനം പുനഃസ്ഥാപിക്കാൻ വിട്ടുവീഴ്ചയ്ക്ക് ശ്രമിക്കുന്ന ലെബനൻ സർക്കാരും ഹിസ്ബുള്ളയും തമ്മിൽ ആഭ്യന്തരമായി തന്നെ ഒരു യുദ്ധ സാഹചര്യം ഉടലെടുത്തിട്ടുണ്ട്. 2026 ഫെബ്രുവരി 28 അമേരിക്കയും ഇസ്രായേലും ചേർന്ന് ഇറാനെതിരെ ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി എന്ന പേരിൽ വലിയ വ്യോമാക്രമണം തുടങ്ങിയത്. ഇതിനെ തുടർന്ന് ആരംഭിച്ച യുദ്ധവും കെടുതികളും അവസാനിപ്പിക്കാനാണ് ജൂണിൽ പുതിയ MOU ഉണ്ടാക്കിയതെങ്കിലും അത് പൂർണ്ണമായും പരാജയപ്പെടുന്ന കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഹോർമുസ് കടലിടുക്ക് അടഞ്ഞു കിടക്കുന്നത് ആഗോള ഇന്ധന വിപണിയിൽ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ഊർജ പ്രതിസന്ധിയാണ് ഉണ്ടാക്കിയത്. ലോകത്ത് കടൽ മാർഗം കടന്നു പോകുന്ന ക്രൂഡ് ഓയിലിന്റെ 25% പ്രകൃതിവാതകത്തിന്റെ അഥവാ LNGയുടെ 20% ഈ ഒരു ഇടുങ്ങിയ ജലപാതയിലൂടെയാണ് സഞ്ചരിക്കുന്നത്. ഈ യുദ്ധത്തെ തുടർന്ന് ഹോർമുസ് അടച്ചപ്പോഴുള്ള പ്രത്യാഘാതങ്ങൾ നിരവധിയാണ്. ഒന്ന്, അനിയന്ത്രിതമായ വിലക്കയറ്റം തന്നെയാണ്.
ഫെബ്രുവരി 28-ന് യുദ്ധം ആരംഭിച്ച ഉടൻ ആഗോള വിപണിയിൽ അസംസ്കൃത എണ്ണ വില കുതിച്ചുയർന്നു. അന്താരാഷ്ട്ര ബെഞ്ച്മാർക്കായ ബെന്റ് ക്രൂഡ് വില ബാരലിന് $126 വരെ എത്തിയിരുന്നു. എന്നാൽ ഈ ജൂണിൽ ഇറാനും അമേരിക്കയുമായി താൽക്കാലിക സമാധാന കരാർ ഒപ്പിട്ടതോടെ കപ്പൽ ഗതാഗതം ഭാഗികമായി പുനരാരംഭിക്കുകയും ക്രൂഡ് വില $75 താഴുകയും ചെയ്തിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിലെ പുതിയ US ആക്രമണങ്ങളും ഇറാന്റെ തിരിച്ചടികളും കാരണം വിപണി കടുത്ത ആശങ്കയിലേക്ക് മാറിയിട്ടുണ്ട്. രണ്ടാമത്തേത് ആഗോള വിതരണ ശൃംഖലയിലെ തകർച്ചയാണ്. ഓർമുസ് കടലിടുക്ക് അടഞ്ഞതോടെ പ്രതിദിനം ഏതാണ്ട് 20 മില്യൺ ബാരൽ ഓയിലാണ് വിപണിയിൽ നിന്ന് ഇല്ലാതായത്. സൗദി അറേബ്യ, UAE, കുവൈത്ത്, ഇറാഖ്, ഖത്തർ തുടങ്ങിയ പ്രമുഖ ഒപെക് രാജ്യങ്ങൾക്ക് അവരുടെ എണ്ണയും LNGയും പുറത്തെത്തിക്കാൻ കഴിയാതെ അവരുടെ കപ്പലുകൾ പേർഷ്യൻ ഗൾഫിൽ തന്നെ കുടുങ്ങിക്കിടക്കുകയാണ്. ഖത്തറിൽ നിന്നുള്ള LNG വിതരണം തടസ്സപ്പെട്ടത് യൂറോപ്പിലെ വാതക വില ഇരട്ടിയാകാനും കാരണമായി. മൂന്നാമത്തേത് കപ്പൽ ഇൻഷുറൻസ് നിരക്കുകളിലെ വർധനവാണ്. യുദ്ധമേഖലയിലൂടെയുള്ള യാത്രയായതിനാൽ കപ്പലുകളുടെ ഇൻഷുറൻസ് പ്രീമിയം 6 ഇരട്ടി വരെയാണ് വർദ്ധിച്ചത്. വലിയ എണ്ണ കപ്പലുകൾക്ക് ഒരു യാത്രക്ക് മാത്രം ലക്ഷക്കണക്കിന് ഡോളർ അധികം ചെലവഴിക്കേണ്ടി വരുന്നു. ഇത് സ്വാഭാവികമായും ഇന്ധനത്തിന്റെ അന്തിമ വില വർദ്ധിപ്പിക്കുന്നു. ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള എണ്ണയുടെ വലിയൊരു ശതമാനം പോകുന്നത് ഇന്ത്യ, ചൈന, ജപ്പാൻ, ദക്ഷിണ കൊറിയ തുടങ്ങിയ ഏഷ്യൻ രാജ്യങ്ങളിലേക്കാണ്. ഇന്ത്യ ഇറക്കുമതി ചെയ്യുന്ന ക്രൂഡ് ഓയിലിന്റെ വലിയൊരു പങ്ക് ഗൾഫ് രാജ്യങ്ങളിൽ നിന്നായതിനാൽ രാജ്യത്ത് പെട്രോൾ, ഡീസൽ ലഭ്യത കുറയാനും കാരണമായി. ഇന്ത്യക്ക് തദ്ദേശീയ വിപണി നിയന്ത്രിക്കാൻ തങ്ങളുടെ സ്ട്രാറ്റജിക് പെട്രോളിയം റിസർവ് ഉപയോഗിക്കേണ്ടതായും വന്നു. ക്രൂഡ് വില കൂടിയതോടെ ജപ്പാൻ, ദക്ഷിണ കൊറിയ, ഹോങ്കോങ് തുടങ്ങിയ രാജ്യങ്ങളിലെ ഓഹരി വിപണികൾ കനത്ത തകർച്ചയും നേരിട്ടു. വ്യവസായങ്ങൾക്കുള്ള ഉൽപാദന ചെലവ് ക്രമാതീതമായി ഉയരുകയും ചെയ്തു. അമേരിക്കയ്ക്ക് സ്വന്തമായി എണ്ണ ഉൽപാദനം ഉള്ളതിനാൽ നേരിട്ടുള്ള ക്ഷാമം ബാധിച്ചിട്ടില്ലെങ്കിലും അവിടുത്തെ ആഭ്യന്തര വിപണിയിൽ ഇന്ധനവില ഗ്യാലന് 10 സെന്റ് വരെ ദിവസേന വർദ്ധിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. മറ്റൊന്ന് രാസവള ക്ഷാമവും ഭക്ഷ്യപ്രതിസന്ധിയുമാണ്. പേർഷ്യൻ ഗൾഫ് മേഖല ലോകത്തെ തന്നെ യൂറിയ, അമോണിയ കയറ്റുമതിയുടെ 30% കൈകാര്യം ചെയ്യുന്ന ഇടം കൂടിയാണ്. ഹോർമുസ് ബ്ലോക്കായതോടെ ആഗോള തലത്തിൽ രാസവളത്തിന്റെ വില ഉയരുകയും ഇത് പല രാജ്യങ്ങളിലും പരോക്ഷമായി ഭക്ഷണ സാധനങ്ങളുടെ വിലക്കയറ്റത്തിന് വഴിവെക്കുകയും ചെയ്തു. പശ്ചിമേഷ്യയിലെ യുദ്ധം എത്രയും പെട്ടെന്ന് അവസാനിച്ച് ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള ഗതാഗതം സുരക്ഷിതമായാൽ മാത്രമേ ആഗോള സമ്പദ് വ്യവസ്ഥക്ക് ഈ വലിയ പ്രതിസന്ധിയിൽ നിന്ന് കരകയറാൻ സാധിക്കൂ. ലോകമെമ്പാടുമുള്ള രാഷ്ട്രീയ നിരീക്ഷകരും പശ്ചിമേഷ്യൻ കാര്യങ്ങളിൽ താല്പര്യമുള്ളവരും ഇപ്പോൾ സംശയത്തോടെ വീക്ഷിക്കുന്ന ഒന്നാണ് ട്രംപിന്റെ തിരക്ക് പിടിച്ച സമാധാന കരാർ. അമേരിക്കൻ തിരഞ്ഞെടുപ്പ് വർഷമായ 2026-ൽ ഈ സമാധാന കരാറിന് പിന്നിൽ ഡൊണാൾഡ് ട്രംപിന് വ്യക്തമായ രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ടായിരുന്നു എന്ന വിലയിരുത്തലുകൾ വളരെ ശക്തമാണ്. ട്രംപിന്റെ ഈ നീക്കത്തെ ഒരു രാഷ്ട്രീയ നാടകം അല്ലെങ്കിൽ തന്ത്രപരമായ നീക്കം എന്ന് വിളിക്കാൻ പ്രേരിപ്പിക്കുന്ന പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. താൻ അധികാരത്തിലെത്തിയാൽ ലോകത്തെ എല്ലാ യുദ്ധങ്ങളും അവസാനിപ്പിക്കുമെന്നും അമേരിക്കൻ പണം മറ്റു രാജ്യങ്ങളിലെ യുദ്ധങ്ങൾക്കായി പാഴാക്കില്ലെന്നുമാണ് ട്രംപ് തന്റെ കരിയറിലുടനീളം വോട്ടർമാർക്ക് നൽകിയ പ്രധാന വാഗ്ദാനം. ഫെബ്രുവരിയിൽ താൻ തന്നെ തുടങ്ങിയ ഒരു യുദ്ധം ഒക്ടോബറിൽ അല്ലെങ്കിൽ നവംബറിലെ തെരഞ്ഞെടുപ്പ് വരെ നീണ്ടുപോയാൽ അത് വോട്ടർമാർക്കിടയിൽ തിരിച്ചടിയാകുമെന്ന് ട്രംപിന് നന്നായി അറിയാം. അതുകൊണ്ട് താൻ ഒരു സമാധാന പ്രിയനാണ് എന്ന് അമേരിക്കൻ ജനതയ്ക്ക് മുന്നിൽ കാണിക്കാനുള്ള ഏറ്റവും നല്ല അവസരമായിരുന്നു ജൂണിലെ ഈ താൽക്കാലിക കരാർ. അമേരിക്കയിലെ തിരഞ്ഞെടുപ്പുകളിൽ ഭരണകക്ഷിയുടെ വിധി നിർണയിക്കുന്നതിൽ അവിടെ ഇന്ധനവില വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട്. യുദ്ധം കാരണം ഹോർമുസ് കടലിടുക്ക് അടഞ്ഞതോടെ ആഗോള വിപണിയിൽ ക്രൂഡ് ഓയിൽ വില ബാരലിന് $120 കടന്നിരുന്നു. ഇത് അമേരിക്കയിലെ സാധാരണക്കാരുടെ പോക്കറ്റിനെ ബാധിക്കുകയും ട്രംപ് ഭരണകൂടത്തിനെതിരെ ജനവികാരം ഉയർത്തുകയും ചെയ്തു. കരാറിലൂടെ താൽക്കാലികമായെങ്കിലും വില കുറയ്ക്കാൻ കഴിഞ്ഞത് തിരഞ്ഞെടുപ്പിൽ ട്രംപിന് അനുകൂലമായ ഒരു ഘടകമായിരുന്നു. ഈ സമാധാന കരാർ എത്രത്തോളം ആത്മാർത്ഥത ഇല്ലാത്തതായിരുന്നു എന്നതിൻ്റെ തെളിവാണ് ഒപ്പിട്ട് ദിവസങ്ങൾക്കകം ഇത് തകർന്നത്.
ഇരുപക്ഷത്തിനും യുദ്ധം പൂർണ്ണമായി നിർത്താൻ താൽപ്പര്യമില്ല. കരാറിന് തൊട്ടു പിന്നാലെ ജൂൺ 26-ന് ഇസ്രായേലും ലെബനനും തമ്മിൽ ഒപ്പിട്ട കരാറിലൂടെ ഇറാന്റെ സഖ്യകക്ഷിയായ ഹിസ്ബുള്ളയെ നിരായുധീകരിക്കാൻ ട്രംപ് ശ്രമിച്ചു. ഇറാനെ പൂർണ്ണമായി കീഴ്പ്പെടുത്താൻ സാധിക്കില്ലെന്നും യുദ്ധം നീണ്ടുപോയാൽ തെരഞ്ഞെടുപ്പ് വിജയത്തെ ബാധിക്കുമെന്നും മനസ്സിലാക്കിയ ട്രംപ് പ്രയോഗിച്ച ഒരു തന്ത്രപരമായ പിന്മാറ്റമായിരുന്നു ഈ സമാധാന കരാർ എന്ന് പൊതുവെ വിശ്വസിക്കപ്പെടുന്നുണ്ട്. എന്നാൽ പശ്ചിമേഷ്യയിലെ യാഥാർത്ഥ്യങ്ങൾ ട്രംപിന്റെ രാഷ്ട്രീയ കണക്കുകൂട്ടലുകൾക്ക് അപ്പുറമായതിനാലാണ് ദിവസങ്ങൾക്കകം ഇരു രാജ്യങ്ങളും വീണ്ടും യുദ്ധത്തിലേക്ക് നീങ്ങിയത്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള ഈ സമാധാന കരാർ നടപ്പിലാകുന്നതിൽ ഏറ്റവും കൂടുതൽ എതിർപ്പും ആശങ്കയുമുള്ള രാജ്യം ഇസ്രായേൽ തന്നെയാണ്. ഈ കരാർ ഒരു കാരണവശാലും പൂർണ്ണമാവരുത് എന്ന് ഇസ്രായേൽ ആഗ്രഹിക്കുന്നതിന് പിന്നിൽ വളരെ വ്യക്തമായ ചില കാരണങ്ങളുണ്ട്. ഈ കരാർ പ്രകാരം ഇറാന് മേലുള്ള സാമ്പത്തിക ഉപരോധങ്ങൾ അമേരിക്ക താൽക്കാലികമായി പിൻവലിക്കുകയാണ്. മരവിപ്പിച്ച ഫണ്ടുകളും എണ്ണ വരുമാനവും ഉൾപ്പെടെ ഏകദേശം $20 ബില്യൺ ഇറാന് ഉടനടി ലഭിക്കും. ഭാവിയിൽ $300 ബില്യൺ വികസന പദ്ധതികളും അമേരിക്ക വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ഇത് ഇറാന് കൂടുതൽ വളർച്ച നൽകുമെന്നും അത് തങ്ങൾക്ക് ഭീഷണിയാണെന്നും ഇസ്രായേൽ കരുതുന്നുണ്ട്. ഫെബ്രുവരിയിൽ ആരംഭിച്ച ഇസ്രായേൽ സംയുക്ത ആക്രമണങ്ങളിൽ ഇറാന്റെ സൈനിക കേന്ദ്രങ്ങൾക്ക് വലിയ നാശനഷ്ടങ്ങൾ സംഭവിച്ചിരുന്നു. അടുത്ത 60 ദിവസത്തെ വെടിനിർത്തൽ സമയം ഉപയോഗിച്ച് ഇറാൻ തങ്ങളുടെ തകർന്ന മിസൈൽ, ഡ്രോൺ സംവിധാനങ്ങൾ പുനർനിർമ്മിക്കാനും ആണവ പദ്ധതികൾ രഹസ്യമായി തുടരാനും ശ്രമിക്കുമെന്ന് ഇസ്രായേൽ വിശ്വസിക്കുന്നു. അവർക്ക് വീണ്ടും ശക്തി പ്രാപിക്കാനുള്ള ഒരു ഇടവേളയായി മാത്രമേ ഇസ്രായേൽ ഇതിനെ കാണുന്നുള്ളൂ. 2015-ലെ ആണവ കരാറിന്റെ അതേ തെറ്റാണ് ഈ MOUവിലും അമേരിക്ക ആവർത്തിക്കുന്നത് എന്നാണ് ഇസ്രായേലിന്റെ വാദം. ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ പ്രോഗ്രാമുകളെക്കുറിച്ചോ പശ്ചിമേഷ്യയിൽ അവർ നടത്തുന്ന പ്രോക്സി യുദ്ധങ്ങളെക്കുറിച്ചോ അത് തടയാനുള്ള യാതൊരു വ്യവസ്ഥകളോ ഈ കരാറിലില്ല എന്നും അവർ ആരോപിക്കുന്നു. എന്നാൽ ഇസ്രായേലിന് ഇത്തരം നിയന്ത്രണങ്ങൾ ഒന്നും ബാധകമല്ല എന്നത് വേറെ കാര്യം. ഇറാൻ കരാറിലെ ഈ വലിയ അസംതൃപ്തി നിലനിൽക്കുമ്പോഴാണ് ഇസ്രായേൽ അമേരിക്കയുടെ മധ്യസ്ഥതയിൽ ജൂൺ 26-ന് ലെബനാനുമായി സമാധാന കരാർ ഒപ്പിട്ടത്. ഇറാന്റെ ഏറ്റവും വലിയ സഖ്യകക്ഷിയായ ഹിസ്ബുള്ളയെ ലെബനാനിൽ നിന്ന് പൂർണ്ണമായും നിരായുധീകരിക്കുകയാണ് ഈ കരാറിലൂടെ ഇസ്രായേൽ ലക്ഷ്യമിടുന്നത്. ഇതിലൂടെ ഇറാന്റെ ഈ മേഖലയിലെ സ്വാധീനം വെട്ടിച്ചുരുക്കാൻ കഴിയുമെന്ന് അവർ കണക്കുകൂട്ടുന്നു. ഇത് ഇറാന് ലഭിക്കുന്ന ഏറ്റവും വലിയ തിരിച്ചടിയാണ് എന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചതും ഇതിന്റെ പശ്ചാത്തലത്തിലാണ്. ചുരുക്കത്തിൽ ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ഇറാനുമായി തൽക്കാലം സമാധാനം സ്ഥാപിക്കാൻ ശ്രമിക്കുമ്പോൾ തങ്ങളുടെ സുരക്ഷയെ മുൻനിർത്തി ഈ കരാർ പൂർണ്ണമായി തകർന്നു കാണാനാണ് ഇസ്രായേൽ ആഗ്രഹിക്കുന്നത് എന്ന് വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ അമേരിക്കയും ഇറാനും വീണ്ടും ആക്രമണങ്ങൾ പുനരാരംഭിച്ചത് ഒരു പക്ഷേ ഇസ്രായേലിന് വലിയ ആശ്വാസം നൽകുന്ന ഒരു വാർത്ത തന്നെയാവും.